എജു ഹിന്ദി സ്പോട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പൊ കഴിഞ്ഞ ക്ലാസ്സുകളിൽ നമ്മൾ വ്യഞ്ജനാക്ഷരങ്ങളാണ് പഠിച്ചുകൊണ്ടിരിക്കുന്നത് അല്ലേ. ഇന്ന് നമ്മൾ വ്യഞ്ജനാക്ഷരങ്ങളിലെ യാ മുതലുള്ള ലെറ്റേഴ്സ് ആണ് പഠിക്കുന്നത്. ഓക്കെ, അപ്പൊ ചാനല് കാണുന്നവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക. ഓക്കെ, അപ്പൊ ക്ലാസ് എല്ലാവർക്കും ഉപകാരപ്രദമാകുന്നു എന്ന് വിശ്വസിക്കുന്നു. അപ്പൊ നമുക്ക് ഇന്നത്തെ ക്ലാസ്സിലേക്ക് നമുക്ക് പോയാലോ. ഇന്ന് നമ്മൾ പഠിക്കുന്നത് ഹിന്ദി ലെറ്റേഴ്സ് ആയ യാ മുതലുള്ള ലെറ്റേഴ്സ് ആണ് കേട്ടോ. അപ്പൊ നമുക്ക് പഠിക്കാം. അപ്പം ഇവിടെ മലയാളത്തിൽ ഞാൻ എഴുതി വെച്ചിട്ടുണ്ട് യാ, രാ, ല, വ, ശ, ഷ, സ, ഹ. ഓക്കെ, അപ്പൊ നമുക്കത് എങ്ങനെ എഴുതുന്നതെന്ന് നോക്കിയാലോ. അപ്പൊ ആദ്യത്തെ ലെറ്റർ ഏതാണ്? യാ ആണല്ലേ, യാ. അത് നമുക്ക് ഹിന്ദിയിൽ എങ്ങനെ എഴുതാമെന്ന് നോക്കാം. അപ്പം അതിന് നമ്മൾ ഥ പഠിച്ചത് ഓർക്കുന്നുണ്ടോ? താ ഇഥയിലെ ഥ ഇതേപോലെ പഠിച്ചത് ഓർക്കുന്നുണ്ടോ? ഇഥ പഠിച്ചില്ലായിരുന്നോ? അത് തന്നെ നമ്മള് ഇതേപോലെ കുനിപ്പിടാതെ അങ്ങ് എഴുതണം കേട്ടോ. കുനിപ്പിടാതെ എഴുതുമ്പോൾ എങ്ങനെ വരും? കുനിപ്പ് മാത്രം ഇടരുത്, ഇങ്ങനെ കേട്ടോ. ഇതാണ് യായ. ഓക്കെ, എങ്ങനെ എഴുതി നമുക്കൊന്നുകൂടെ നോക്കിയാലോ. ഇതേപോലെ നമ്മൾ ഇങ്ങനെ ഇറങ്ങി വന്ന് വളച്ച് മുകളിലോട്ട് കയറി അതിന് കൂട്ടി നമ്മളൊരു വണ്ണിട്ട് താഴോട്ടിട്ടു. ഹിന്ദി ലെറ്റർ ആയിട്ട് മേള് വരച്ചു യാ. ഓക്കെ, ഒന്നുകൂടെ ടു പോലെ ഇങ്ങനെ എഴുതി വന്നിട്ട് വളച്ച് മുകളിലോട്ട് കയറി വണ്ണിട്ട് കൂട്ടിമുട്ടിച്ചു മുകൾ വരച്ചു യാ. ഓക്കെ, യാ ഓക്കെ ആയില്ലേ. അടുത്ത ഏതാണ്? രാ. രാ എഴുതാൻ എളുപ്പമാണ്. ഇതേപോലെ രണ്ടു പോലെ ഇങ്ങനെ എഴുതി നിർത്തുക, മേള് വരയ്ക്കുക. രാ. ടു പോലെ ഇങ്ങനെ എഴുതി മുകള് വരച്ചു രാ. ഇത് എളുപ്പമല്ലേ എഴുതാന്? ടു പോലെ വരച്ച് മുകള് വരച്ചാൽ മാത്രം മതിയേ. രാ. ഇനി രാ എഴുതാൻ നമ്മൾ മലയാളത്തില് താത്ത ദാത്ത ന ഇല്ലേ, ഇത് ന, ഈ സംഭവം ഇതേപടി എഴുതുക. ഞാൻ കണ്ടോ. അട്ട് ഇതിനെ വണ്ണിട്ട് കൂട്ടി മുട്ടിക്കുക കണ്ടോ. അട്ട് മുകള് വരയ്ക്കുക. മനസ്സിലായോ? ഞാൻ എഴുതി വണ്ണിട്ട് കൂട്ടി മുട്ടിച്ചു മുകള് വരച്ചു. ഓക്കെ, എളുപ്പമായില്ലേ. ഇനി അടുത്ത ഏതാണ്? വായ. വായയുടെ ഒരു പൂജ്യം എഴുതുക. പൂജ്യം എഴുതിയിട്ട് ഒരു വണ്ണിട്ട് കൂട്ടി മുട്ടിച്ചാൽ മതി കേട്ടോ. വാ. നിങ്ങൾ ഓർക്കണേ, ഈ വായ എഴുതുമ്പോ ബായായിട്ട് മാറിപ്പോലെ. പാപ്പ ബാപ്പ ഇത് നമ്മൾ പഠിച്ചല്ലേ. ഇതുമായിട്ട് മാറിപ്പോകരുത്. ഇതിന് നടുക്ക് വരയുണ്ട്. ഈ സീറോയുടെ അകത്ത് വരയുണ്ട് കേട്ടോ. അപ്പൊ വായ എഴുതുമ്പോ ഇതിൻ്റെ അകത്ത് വര ഇടരുത്. ഓക്കെ, സീറോയ്ക്കകത്ത് വര ഇടരുത്. ഇതാണ് വായ. ഇങ്ങനെയാണ് പൂജ്യം എഴുതുക, വണ്ണിട്ട് കൂട്ടി മുട്ടിക്കുക. ഓക്കെ, അടുത്തത് ചായ. ചായ എഴുതാൻ ഇതേപോലെ നമ്മള് കൂട്ടി മുട്ടിച്ച് ടു പോലെ എഴുതുക കേട്ടോ. അട്ട് ഒരു വണ്ണ് സെപ്പറേറ്റ് ഇടുക. ഇത് രണ്ടും കൂട്ടിമുട്ടാൻ പാടില്ല ചായ എഴുതുമ്പോൾ കേട്ടോ. അട്ട് മുകളിൽ വരയ്ക്കുക. മനസ്സിലായോ? ടു പോലെ ഇങ്ങനെ എഴുതുക, എന്നിട്ട് ഒരു വണ്ണിടുക, എന്നിട്ട് മുകളിൽ വരയ്ക്കുക. ഇത് രണ്ടും കൂട്ടിമുട്ടാൻ പാടില്ല ചായ. ഓക്കെ ആയില്ലേ. അപ്പൊ ഏതൊക്കെയാ? യാ, രാ, ല, വ, ശ. ഓക്കെ ആയില്ലേ. ഇനി അടുത്ത് നമുക്ക് പഠിക്കേണ്ടത് ഏതാണ്? ഷായാണ്. ഷാ ഏതാ? നമ്മൾ പാപ്പ പാപ്പ വിളിച്ചില്ലേ, പായ പാ. ഇത് ഏതക്ഷരമായിരുന്നു? പായായിരുന്നു അല്ലേ. ഈ പാ തന്നെ അങ്ങ് എഴുതുക കണ്ടോ. പാ തന്നെ എഴുതിയിട്ട് ഇതിന്റെ അകത്തൊരു വര ഇടുക കണ്ടോ. എന്തായി ഇപ്പൊ? ഇത് ഷായായി. മനസ്സിലായോ? പാ എഴുതുക, ഇതിന്റെ അകത്തൊരു വര ഇടുക. മുകള് വരച്ചപ്പോ എന്തായി? ഷായ. എളുപ്പമല്ലേ ഷായ ഇടാൻ. ഇനി അടുത്ത ഏതാണ്? സായ. സാ എന്ന് വെച്ചാൽ നമ്മൾ ഈ രാ എഴുതിയില്ലേ, ടു ഇങ്ങനെ ഇട്ടൊരു രാ എഴുതിയില്ലേ, അതുപോലെ തന്നെ രാ എഴുതുക, നടുക്കുന്നൊരു പാല വിടുക, വണ്ണിട്ട് കൂട്ടിമുട്ടിക്കുക, മുകള് വരയ്ക്കുക. സായായി കണ്ടോ. രാ എഴുതുക, പാല വിടുക, വണ്ണിട്ട് കൂട്ടിമുട്ടിക്കുക, മുകള് വരയ്ക്കുക. ഇത് ഏതക്ഷരമായി? സായ. ഓക്കെ, ഇനി ഹായ്. ഈ ഹായ് എഴുതാനാണ് ഒത്തിരി കുഞ്ഞുങ്ങൾക്ക് ഏറ്റവും പാടാന്ന് പറയുന്ന ഒരു ലെറ്റർ ആണ് ഹായ്. പക്ഷെ എളുപ്പമാണ് ഈ ഹായ്. പഠിച്ചു വെച്ചാല് എളുപ്പമുള്ളൊരു അക്ഷരമാണ് ഹായ്. അതെങ്ങനെ എന്തൊക്കെ ഒരു കുഞ്ഞു വണ്ണിട്ടിട്ട് നമ്മൾ എസ് എഴുതി കേട്ടോ. ഇത് നമ്മൾ ഡായു ആണ് അല്ലേ, ടാറ്റ ഡാ അല്ലെ, ഡായു ആണ്. ഇങ്ങനെ എഴുതിയിട്ട് നമ്മൾ ഇതിന്റെ അകത്തുനിന്ന് കേട്ടോ, ഇതിന്റെ അകത്തുനിന്ന് ഒരു സി അങ്ങ് എഴുതിയാൽ മതി. അപ്പൊ ഹായായി. ഇത് നന്നായിട്ട് പഠിച്ചതിന് ശേഷമാണ് നമ്മൾ ഇതേപോലെ ഹായ് എഴുതും കേട്ടോ. ഇങ്ങനെയാണ് ഹായ്. ഇത് പഠിച്ചതിന് ശേഷം നമ്മൾ എഴുതേണ്ടത്. അപ്പൊ നമ്മള് പഠിക്കാൻ വേണ്ടി നമ്മൾ ചെയ്യേണ്ടതാണ് കുഞ്ഞു വണ്ണ് എസ് എഴുതി, എസിന്റെ നടക്കുന്ന ഒരു സി എഴുതി കേട്ടോ. എന്നിട്ട് മുകളിൽ വരച്ചപ്പോൾ ഇതെന്തായി? ഹായായി. കിട്ടിയോ? എസ് ഒരു കുഞ്ഞു വണ്ണ് എസ് എഴുതി, എസിന്റെ അകത്തുനിന്ന് ഒരു സി കേട്ടോ. എന്നിട്ട് മുകളിൽ വരച്ചപ്പോൾ ഇത് ഹായായി. എളുപ്പമല്ലേ. അപ്പൊ ഏതൊക്കെ നമ്മൾ പഠിച്ച? യാ, രാ, ല, വ, ശ, ഷ, സ, ഹ. കിട്ടിയിട്ടില്ലേ? അപ്പൊ നമുക്ക് ഇതൊന്നുകൂടെ എങ്ങനെ എഴുതുന്നതെന്ന് നോക്കിയാലോ. നമുക്കൊന്നുകൂടെ നോക്കാം. യാരന എഴുതുന്നേ. ഇത് ഏതക്ഷരമാണ്? യാ. യാ. ടു പോലെ രാ,
നാ എഴുതിയിട്ട് ഒരു 1 ഇട്ട് വെക്കുന്നത് ലാ, ഒരു 0 എഴുതിയിട്ട് 1 ഇട്ട് കൂട്ടിക്കുന്നത് വാ, 2 പോലെ എഴുതി സെപ്പറേറ്റ് ഒരു 1 കൂടി എഴുതുമ്പോൾ ഇത് ഷാ, പാ എഴുതി ഇതിന്റെ അകത്ത് വാരിയിടുമ്പോ ഇത് ഷാ. ഇതേപോലെ രാ എഴുതിയിട്ട് പാല വിട്ട് 1 ഇട്ട് മുട്ടിച്ചപ്പോ ഇതെന്തായി സാ. ഡാ എഴുതി ഡായുടെ അകത്ത് സി എഴുതിയപ്പോ ഇതെന്തായി ഹായ്. ഓക്കെ, യാ രാ ലാ വാ ഷാ ഷാ സാ ഹ. എല്ലാവർക്കും പിടിയിട്ടില്ലേ? അപ്പൊ കാ മുതൽ ഹാ വരെയുള്ളത് എല്ലാവരും എഴുതി നോക്കണം കേട്ടോ. ഏതാണ് കാ മുതൽ ഹാ വരെയുള്ളത്? അതിൽ ഏതെങ്കിലും ലെറ്റേഴ്സ് സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾ പഴയ മിസ്സിന്റെ വീഡിയോ എടുത്ത് നോക്കണം കേട്ടോ, എന്നിട്ട് എഴുതി പഠിക്കണം. അപ്പം ഇത് അക്ഷരങ്ങൾ പഠിക്കുക. അടുത്ത ക്ലാസ്സിൽ നമുക്ക് എന്താണ് ഇച്ഛായിത്ത സംയുക്ത വ്യഞ്ജനും അതിരിക്ത വ്യഞ്ജനം എന്ന് പറഞ്ഞ് 2 വ്യഞ്ജനുണ്ട് സെപ്പറേറ്റ് ആയിട്ടുള്ള. അത് രണ്ടും നമുക്ക് പഠിക്കാം കേട്ടോ. അപ്പൊ എല്ലാവരും ഇത് എഴുതി നോക്കുക. ഓക്കെ, താങ്ക് യു.